145 കോടിയോളം വരുന്ന ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അദ്ദേഹം ഓട് പൊളിച്ചിറങ്ങി വന്നയാളല്ല. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ വോട്ട് നൽകി തെരഞ്ഞെടുത്ത് അധികാരത്തിലേക്ക് വന്നയാളാണ്. നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് 10-12 വർഷത്തോളം തുടർച്ചയായി അധികാരത്തിലിരുന്ന മോദി 2014 മുതൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ മനുഷ്യനെ ഈ രാജ്യത്തെ പലരും, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും അടക്കം, അദ്ദേഹം ഏകാധിപതിയാണ്, ജനാധിപത്യ വിരുദ്ധനാണ്, അദ്ദേഹം സ്വേച്ഛാധിപതിയാണ്, അദ്ദേഹം ഫാസിസ്റ്റ് ആണ് എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോൾ ഇന്നേ വരെ ആ വിധത്തിൽ യാതൊരു രീതിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അദ്ദേഹത്തിന്റെ ഭരണകൂടമോ പെരുമാറുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ജാൻമണിയെ പോലെയുള്ളവർ നരേന്ദ്രമോദിയെക്കുറിച്ച് ഇമ്മാതിരി വൃത്തികേട് പറയാൻ നാവ് പൊന്തിക്കുമായിരുന്നില്ല എന്നത് പറയാതെ വയ്യ. സത്യത്തിൽ നരേന്ദ്രമോദി കുറച്ചൊക്കെ ഏകാധിപതി ആയിരുന്നുവെങ്കിലെന്ന് തോന്നിപ്പോവുകയാണ്. ഇത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. കാരണം ഈ നാട്ടിലിരുന്നു കൊണ്ട് ചൈനയെ വാഴ്ത്തിപ്പാടുന്ന, ചൈനയുടെ വളർച്ചയെക്കുറിച്ച് വാചാലരാകുന്ന നിരവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നാട്ടിലിരുന്നു കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ പുരോഗതിയെക്കുറിച്ച് ഘോര പ്രസംഗം നടത്തുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലോ ചൈനയിലോ ജനാധിപത്യമില്ല എന്നും ആ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കുറിച്ച് നിങ്ങൾ ഒരക്ഷരം മോശമായി പറഞ്ഞാൽ പിന്നെ പുറം ലോകം കാണില്ല, ചിലപ്പോൾ തല തന്നെ കാണില്ല എന്നതും നിങ്ങൾക്കൊക്കെ അറിയാം. എന്നിട്ടും നിങ്ങൾ ആ നാട്ടിലെ ഭരണാധികാരികളെ പുകഴ്ത്തി പറയുന്നത് ഞാൻ കാണാറുണ്ട്. വാർത്താ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും അടക്കം പലരും ഗൾഫ് രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലരുടെയും നാവിൽ നിന്ന് തേൻ ഒലിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചൈനയെ കുറിച്ച് പറയുമ്പോൾ മാധ്യമങ്ങളിൽ അടക്കം ഇരുന്ന് രോമാഞ്ചം കൊള്ളുന്നത് കണ്ടിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപതികളാണ് ഇവരൊക്കെ. ഗൾഫ് രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാരാണെങ്കിലും ചൈനയിലെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണെങ്കിലും അവിടെയൊന്നും അവരുടെ ഭരണാധികാരിയൊന്നും ഇതുപോലെ പറയാൻ പറ്റില്ല. ജാൻമണി എന്ന് പറയുന്ന ഒരു തലതെറിച്ച മനുഷ്യൻ, അയാള് പബ്ലിക്കായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു, അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്നു, അസഭ്യം പറയുന്നു, പുലഭ്യം പറയുന്നു. അദ്ദേഹത്തെ പറയാൻ ഇനിയൊന്നുമില്ല. ആരുമായിക്കൊള്ളട്ടെ, ആ മനുഷ്യന്റെ പ്രായം പോലും പരിഗണിക്കാതെ 10-77 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനെ, ഒരു മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇമാതിരി പുലഭ്യം പറയാൻ ഈ ഒരു വ്യക്തിക്ക് എങ്ങനെ കഴിയുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഈ രാജ്യത്ത് എന്ത് തരം നിയമവ്യവസ്ഥയാണുള്ളതെന്ന് അറിയില്ല. ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് നിയമ നടപടി എടുക്കാത്തത് എന്നും അറിയില്ല. നരേന്ദ്രമോദിയെ പ്രതിദാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലെ ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ പരാതി ഉണ്ടോ എന്നും അറിയില്ല. ആരെങ്കിലും പരാതി കൊടുത്തോ നിയമ നടപടി എടുത്തോ എന്നും അറിയില്ല. പക്ഷെ ഇവർ യാതൊരു കുഴപ്പവുമില്ലാതെ, കൂസലുമില്ലാതെ, പശ്ചാത്താപമില്ലാതെ, കുറ്റബോധമില്ലാതെ നമ്മുടെയൊക്കെ മുമ്പിൽ നെഞ്ചും വിരിച്ച് നടക്കുന്നുണ്ട് എന്ന് മാത്രം അറിയാം. ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ മഹത്വമാണോ, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ കഴിവുകേടാണോ എന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീക്ക് ഈ മഹാരാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ് ഇമാതിരി പുലഭ്യം പറയാൻ പറ്റുന്നത്, ഇമാതിരി അസഭ്യം പറയാൻ പറ്റുന്നത്? ഇവരെ എന്തുകൊണ്ടാണ് നിലയ്ക്ക് നിർത്താൻ കഴിയാത്തത്? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഉചിതമായ മാതൃകാപരമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണല്ല, ഹിറ്റ്ലർ ഒരാണായിരുന്നു എന്ന് വരെ പറയുന്ന മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു വൃത്തികെട്ട ജന്മം, ഇങ്ങനെ ഒരു മനുഷ്യൻ സംസാരിക്കാൻ പാടുണ്ടോ? ഒരു രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിക്കെതിരെയല്ലേ ഇവർ ഇത് പറയുന്നത്? ഇവർ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമ്മൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇവരുടെ ജെൻഡറിനെ കുറിച്ച് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? നമുക്കൊരു താല്പര്യവുമില്ല. ഇമാതിരി കോലം കെട്ടിയ കുറെ മനുഷ്യരാണ് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം അപമാനമായിട്ട് മാറുന്ന കുറെ കോലം കെട്ടിയ സ്ത്രീകൾ. അവര് പ്രധാനമന്ത്രി ലൈവ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഫ്രണ്ട്സ് എന്ന് വിളിച്ചു, പ്രധാനമന്ത്രി കിളവനെന്ന് വിളിക്കുകയാണ്. ഒരു ഭൂലോക സുന്ദരി രംഭ അങ്ങ് സ്വർഗലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് നിൽക്കല്ലേ. പ്രധാനമന്ത്രിയെ വയസ്സനെന്ന് വിളിക്കുക അവര്. ഏത് മൊത്തം മറ്റേ മേക്കപ്പിൽ മുക്കി നിർത്തിയിരിക്കുന്ന മനുഷ്യർ വന്നിട്ട് പ്രധാനമന്ത്രി വയസ്സായി പോയി. ഇവരെയൊക്കെ എങ്ങാനും മഴയത്തെങ്ങാനും നിന്ന് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. മുഴുവൻ പുട്ടികളായി പോയില്ലേ തലയിലടക്കം അടിച്ചിരിക്കുന്നത്. ഇവര് വന്നിരുന്ന് പറയാ പ്രധാനമന്ത്രി ഫ്രണ്ട്സ് എന്ന് വിളിച്ചത് വരെ അവർക്ക് കുറ്റം. പ്രധാനമന്ത്രി 1947 അച്ഛൻ മരിച്ചു, പിന്നെ 50 എങ്ങനെ ജനിക്കും? എന്തൊക്കെ വൃത്തികേടാണ് ഇവർ വന്നിരുന്ന് പറയുന്നത്, ചോദിക്കുന്നത്. ഇവർക്ക് എതിരെ നടപടി എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. BJP-കാരുടെയോ RSS-കാരുടെയോ പ്രധാനമന്ത്രിയല്ല, ഈ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ മനുഷ്യനെ ഇമാതിരി മോശം വാക്കുകൾ കൊണ്ട് പരാമർശം നടത്തിയ ഒരു വ്യക്തിക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ടോ, ഭരണകൂടമുണ്ടോ എന്ന് ചോദിക്കേണ്ടതായി വരും.